പക്ഷേ ഈ വാഹനവ്യൂഹത്തിലേക്ക് കാർ ഓടിച്ച് കയറ്റിയ സംഭവം ഗൗരവത്തിലെടുക്കാൻ തന്നെയാണ് ഗോവ ഗവർണറുടെ ഓഫീസിൻ്റെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായാണ് ഗോവ രാജ്ഭവൻ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കേരള ചീഫ് സെക്രട്ടറിക്ക് ഈ കാര്യത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചുള്ള വിശദീകരണം തേടിക്കൊണ്ട് ഒരു കത്ത് അയക്കുമെന്നാണ് ഓഫീസ് കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതിന് കത്തിൻ്റെ മറുപടി ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. അതേസമയം പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. അങ്ങനെ കേസെടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കോഴിക്കോട് കസബ പോലീസിൻ്റെ തീരുമാനമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അങ്ങനെ മനഃപൂർവ്വമുള്ള രീതിയിലുള്ള ഒരു വാഹനം ഓടിച്ചു കയറ്റുന്ന ഒരു സംഭവമല്ല നടന്നത്, അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നുള്ളൊരു വിശദീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കേസെടുക്കേണ്ട സാഹചര്യമില്ല എന്നുകൂടി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇതുവരെ കേസെടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു പരാതിയും ഇതുവരെ ഔദ്യോഗികമായി പോലീസിൽ എത്തിയിട്ടില്ല. അതേസമയം തന്നെ പോലീസ് ഈ വിഷയം വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ആ പ്രദേശത്തുള്ള കടകളിലെ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്ത് ആ തരത്തിൽ ഏത് തരത്തിലാണ് ഇങ്ങനെ കാർ എത്തിയത് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസ് പരിശോധിച്ച CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ ഈ രീതിയിൽ CPM ജില്ലാ സെക്രട്ടറി P. മോഹൻ്റെ മകൻ ജൂലിയസ് നികിദാസ് വാഹനം അങ്ങനെ കയറ്റുന്നത് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളിലില്ല. മറ്റു കൂടുതൽ ദൃശ്യങ്ങളുണ്ടോ എന്ന് പോലീസ് ഏതായാലും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും സംഭവം ഗൗരവത്തിൽ കാണാനാണ് ഗോവ രാജ്ഭവന്റെ തീരുമാനം. പക്ഷേ അപ്പോഴും കേസെടുക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ കോഴിക്കോട് കസബ പോലീസ് ഉള്ളത്. അക്ഷയ, ഈ ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ പല കോണുകളിൽ നിന്ന് ജൂലിയസ് നികിദാസിനെതിരെ കേസെടുക്കാത്തതിലും പിഴ മാത്രം ഈടാക്കി വിട്ടയച്ചതിനെതിരെയൊക്കെയുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഇവരാരും തന്നെ ഇതുവരെയും പരാതി നൽകിയിട്ടില്ലേ രേഖാമൂലം? അക്ഷയ, സാധാരണഗതിയിൽ ഇത്തരം നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുകയാണ് നമ്മുടെ പോലീസിൻ്റെ രീതി. പക്ഷേ ഇപ്പോൾ ഇത് ഗോവ ഗവർണർ ആയതുകൊണ്ട് സുരക്ഷാ വീഴ്ച എന്നുള്ളൊരു കാര്യം കൂടി ഈ വിഷയത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ബോധപൂർവമായുള്ള ഒരു ഇടപെടൽ, ഒരു നീക്കമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ചുള്ള ഒരു കേസിലേക്ക് പോകേണ്ടി വരും. അപ്പോഴും സ്വമേധയുള്ള കേസാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പരാതി ഈ വിഷയത്തിൽ വരേണ്ടതുണ്ടോ എന്നുള്ള ചില കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നിരവധി അങ്ങനെ കേസെടുക്കേണ്ട സാഹചര്യമില്ല എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJP വിഷയം കുറച്ചുകൂടി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട്. അതായത് BJP ജില്ലാ സെക്രട്ടറി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയം ബോധപൂർവമായ ഒരു ശ്രമമാണ് നടത്തിയത്. വാഹനം ബോധപൂർവമായി വാഹനം കയറ്റാൻ രാഷ്ട്രീയമായിട്ട് ഈ വിഷയം വിമർശനാത്മകമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും രേഖാമൂലം ഒരു പരാതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. അതേസമയം തന്നെ നിലവിൽ കേരളത്ത് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടാനുള്ള തീരുമാനത്തിലേക്ക് ഗോവ രാജ്ഭവൻ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് മുഹമ്മദ് ഷെയ്ദ് നൽകിയത്.